8 ടെൻസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന 8 എണ്ണം പഠിക്കാനുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്. സിമ്പിൾ ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഏതൊക്കെയാണ് ഇല്ലാത്തത്? 4 ടെൻസസ് നമുക്ക് എന്ത് ചെയ്യുക? ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ. ഏതൊക്കെയാണ്? കണ്ടിന്യൂസ് ടെൻസിനെ ഓർത്ത് വെക്കുക അല്ലേ. മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് 6 കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. ഏതൊക്കെയാണ്? പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പിന്നെ അവസാനം വരുന്ന ആൾക്കാരൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓരോ ടെൻസിൻ്റെയും അല്ലെ, ഓരോ പ്രസന്റ് ടെൻസിൻ്റെ ലാസ്റ്റ് വരുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് ടെൻസിൻ്റെ ലാസ്റ്റ് വരുന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ ടെൻസിൻ്റെ ലാസ്റ്റ് വരുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ എല്ലാ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ എന്തില്ല ഉപയോഗിക്കുന്നില്ല. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ല, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ല. പിന്നെ ഏതാണ്? ദെൻ കണ്ടിന്യൂസ് ടെൻസിൽ മൊത്തം 6 എണ്ണത്തിൽ ലാസ്റ്റ് വരുന്ന പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ഏതൊക്കെയാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലും അല്ലേ. അതിലേത് വരുന്നില്ല? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മൊത്തം 6 എണ്ണത്തിൽ 4 എണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലേ. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളൂ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും മാത്രമേ കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 8 ടെൻസസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതിൽ 8 എണ്ണത്തിൽ ഒന്നാമത്തേത് ഏതാണ്? പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ. ദെൻ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ ഏതാണ്? ആക്റ്റീവ് വോയിസിലാവുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ ഏതാണ്? ആദ്യം സബ്ജക്റ്റ് വരും അല്ലേ. പിന്നെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ V1ഉം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ V1 പ്ലസ് S ഓർ ESും വരും. പിന്നെന്താണ്? ഒബ്ജക്റ്റ് വരും. ദെൻ പാസീവ് വോയിസ് ആണെങ്കിലോ ആദ്യം ഒബ്ജക്റ്റ് വരും. പിന്നെ ഏതാണ്? ഈസ്, ആം, ആർ ആയിട്ടുള്ള ബി ഫോം വരും അല്ലേ. ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എടുത്ത് എഴുതണം. ഹെൽപ്പിംഗ് വെർബ് ഇവിടെ ഉണ്ടോ? ആക്റ്റീവ് വോയിസിൽ ഉണ്ടാവില്ല അല്ലേ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഹെൽപ്പിംഗ് വെർബ് ആക്റ്റീവ് വോയിസിൽ പോസിറ്റീവ് സെന്റൻസിൽ ഉണ്ടാവില്ല. സോ എന്താണ് ഇവിടെ നമുക്ക് എന്തില്ല? തന്നിരിക്കുന്നത് ഹെൽപ്പിംഗ് വെർബ് ഇല്ല. സോ എന്ത് ചെയ്യണ്ട? ഇവിടെ ഹെൽപ്പിംഗ് വെർബിന് എഴുതാനില്ല. പിന്നെ ബി ഫോം ആണ്. ഈസ്, ആം, ആർ ആണ് എന്ത്? V1 ഓർ V1 പ്ലസ് S ഓർ ES വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബി ഫോം. ഈസ് എവിടെയാണ് തന്നിരിക്കുന്ന? ഒബ്ജക്റ്റ് സിംഗുലർ ആയാലും ഈസും, ഒബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആമും, ഒബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ എന്താണ്? ആറും യൂസും. ക്ലിയർ ആണോ? ദെൻ വെർബിന്റെ V3 ഫോം അല്ലേ. തന്നിരിക്കുന്ന വെർബ് ഏത് ആണെങ്കിലും ആക്റ്റീവ് വോയിസിൽ വന്നോട്ടെ, നമ്മൾ എന്ത് ചെയ്യും? അത് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? അത് വെർബിന്റെ V3 ഫോമാണ്. എന്ത് ചെയ്യുക? പിന്നെ ബൈ പ്ലസ് എന്താണ്? സബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് എന്നാണ് പറയുക. സോ എന്താണ്? ഏജന്റ് അല്ലെങ്കിൽ ഡൂവർ ഏതാണോ അതെന്ത് ചെയ്യുക? നോട്ട് ചെയ്തു അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ നോക്കുക. ആക്റ്റീവ് വോയിസിൽ ഹീ സിങ്സ് എ സോങ് അല്ലേ. ഹീ സിങ്സ് എ സോങ് എന്ന് പറയുന്നതിൻ്റെ പാസീവ് വോയിസ് എന്താണ്? ആദ്യത്തെ എന്താണ്? തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാ ഒബ്ജക്റ്റ്? എ സോങ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? എ സോങ്ങിനെ ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്തിരി എഴുതിയല്ലോ ഒബ്ജക്റ്റ്. നെക്സ്റ്റ് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ സെൻറ്റൻസിൽ? ഇല്ല. സോ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടതിന് ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? ഹെൽപ്പിംഗ് വെർബ് എഴുതാനില്ല. നെക്സ്റ്റ് ഏതാണ്? ബി ഫോം ആണ് അല്ലേ. ഇവരൊക്കെ എന്താണ്? ബി ഫോം അല്ലേ. ഇവിടുത്തെ ബി ഫോം ആണ്. അപ്പോൾ ബി ഫോം ഏതാണ്? V1 OM പ്ലസ് S ഓർ ES ആയതുകൊണ്ട് ഈസ്, ആം, ആർ ഇതാണ് എന്ത്? ബി ഫോം ആയിട്ട് യൂസ് ചെയ്യുക. ഇവിടെ ബി ഫോം ഏതാണ്? ബി ഫോം തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോങ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ബി ഫോം ഏത് യൂസ് ചെയ്യും? ഈസ് യൂസ് ചെയ്യും. സോ ഈസ് എഴുതി. നെക്സ്റ്റ് നോക്കൂ. തന്നിരിക്കുന്നതിൽ വെർബ് ഏതായിരിക്കും? ഹീ എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് സിങ്സ് ആണ് വന്നത് അല്ലെ. V1 പ്ലസ് S ഓർ ES ആണ് വന്നത്. സോ ഇവിടെ എന്തായിരിക്കണം? വെർബ് എന്തായിരിക്കണം? സിങ്സിന്റെ ഏതായിരിക്കണം? V3 ആയിരിക്കണം. അതായത് വെർബിന്റെ V1 ആൻഡ് V1 പ്ലസ് S ഓർ ES അല്ലേ. V2 ആൻഡ് V3. V1 ഏതാണ്? സിങ് ആണ്. പ്ലസ് S ഓർ ES സിങ്സ് ആണ്. V2 സാങ് ആണ്. V3 സങ് ആണ്. സിങ്, സിങ്സ്, സാങ് ആൻഡ് സങ് ആണ് അല്ലേ. V1 പ്ലസ് ING ഏതാണ്? ഇതിൻ്റെ V1 പ്ലസ് ING ഫോം എന്ന് പറയുന്നത് സിങ് എഴുതുക, അതിനൂടെ ING അല്ലേ. V1 ആയിട്ടുള്ള സിങ് എഴുതുക, അതിനൂടെ ING സിങ്. സോ നമുക്ക് ഏതാ വേണ്ടത്? ഇവിടെ ഉപയോഗിച്ച സിങ്സ് V1 പ്ലസ് S ഓർ ES ആണ് അല്ലെ. പാടുക അല്ലേ. ദെൻ ഇതിന് V3 ഫോം ഏതാണ്? സങ് ആണ്. SUNG. സോ എന്തായാലും പറയും ഈ തന്നിരിക്കുന്ന സിങ്സിൻ്റെ V3 ഫോമാറ്റിൽ സങ് വരും. ഓക്കെ ആണോ? നെക്സ്റ്റ് ഏതാണ്? ബൈ അല്ലേ. V3 ഫോം എഴുതി. നെക്സ്റ്റ് ഏതാണ്? ബൈ. ബൈ എഴുതി. ദെൻ നെക്സ്റ്റ് ഏതാണ്? സബ്ജക്റ്റ് ഏതാണ്? അതായത് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ഏതാണ്?
തന്നിരിക്കുന്നത് ഹീ ആണ് അല്ലേ, ഹീ ആണ് വന്നിട്ടില്ല. അപ്പോൾ ഹീ വന്നിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഹീ ഉപയോഗിക്കുക. അതാണ് ഇവിടെ ഉപയോഗിച്ചത് അല്ലേ. അത് ഒബ്ജക്റ്റിലേക്ക് മാറുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഹീനെ നമ്മൾ എന്തായിട്ട് മാറും, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് ആകുന്ന സമയത്ത് ഹിം ആയിട്ട് മാറും അല്ലേ. സോ ഹീ നമ്മൾ എന്താക്കി മാറ്റി, ഹീനെ ചേഞ്ച് ചെയ്തു എന്തായിട്ട്, ഹിം ആയിട്ട്. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ഏത് ചെയ്യുക, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ ചേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മളല്ലേ തന്നിരിക്കുന്നതിൽ നമ്മളെങ്ങനെ ബി ഫോം ഉപയോഗിക്കുന്നത് പറഞ്ഞു അല്ലേ, ഒബ്ജക്റ്റ് മാറുന്നത് പറഞ്ഞു അല്ലേ, തന്നിരിക്കുന്ന ടെൻസസ് ഏതൊക്കെയാണ് മാറുന്നത് പറഞ്ഞു, ഒക്കെ നോക്കൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഹീ സെൻസ് എ ലെറ്റർ. ഇതേതാണ്, ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? ഹീ സെൻസ് എ ലെറ്റർ. ഇവിടെ തന്നിരിക്കുന്ന ആദ്യം എന്താണ്, ഹീ ആണ് അല്ലെ. ഹീ സെൻസ് എ ലെറ്റർ എന്ന് പറയുന്നത് ഹീ ആണെന്ത് ആ ലെറ്റർ സെൻഡ് ചെയ്യുന്നത് അല്ലെ. സോ ഇതെന്താണ്, ആക്റ്റീവ് വോയിസ് ആണ് അല്ലെ. എ ലെറ്റർ ഈസ് സെൻഡ് ബൈ ഹിം അല്ലെ. സ്ട്രക്ചർ നോക്കാം, നമുക്ക് മനസ്സിലായി. പാസീവ് വോയിസിനാണ് ബൈ പ്ലസ് ഏജന്റോ ഡുവർ ഒക്കെ വന്നിട്ടുണ്ട്. ഹി ഡസിന്റ് സെൻഡ് എ ലെറ്റർ, സബ്ജക്റ്റ് ഹീല് വന്നു, ഇത് നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് ഉപയോഗിച്ചതാണ്, ആക്റ്റീവ് വോയിസ് ആണ്. എ ലെറ്റർ ഈസിന്റ് സെൻഡ് ബൈ ഹിം, ഇതേതാണ്, ബൈ പ്ലസ് ഏജന്റോ ഡുവർ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ. ദേ ഡു നോട്ട് സിംഗ് എ സോങ് അല്ലെ. ദേ ഡു നോട്ട് സിംഗ് എ സോങ് എന്ന് പറയുന്നത് നമുക്കറിയാം ആക്റ്റീവ് വോയിസ് ആണ് അല്ലെ. സബ്ജക്റ്റ് ദേ വന്നിട്ടുണ്ട് ആദ്യം, ദെൻ ഡു നോട്ട് സിംഗ് എ, ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, സിംഗ് ചെയ്യുന്നത് ദേ ആണെന്ന്. എ സോങ് ഈസ് നോട്ട് സങ് ബൈ ദം അല്ലെ, ബൈ പ്ലസ് ഏജന്റോ ഡുവർ അല്ലെ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ, പാസീവ് വോയിസ്. ഇപ്പോൾ നോക്കൂ, തന്നിരിക്കുന്നതിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പെട്ടെന്ന് മനസ്സിലാക്കുന്ന ശ്രമിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീ സെൻസ് ആണ് അല്ലെ. സബ്ജക്റ്റ് പ്ലസ് വി എം പ്ലസ് എസ് ഓർ എസ് വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. എല്ലാ ടെൻസസും എന്താണ്, ആക്റ്റീവ് വോയിസ് ആണ്. നമുക്ക് പെട്ടെന്ന് ആക്റ്റീവ് വോയിസ് ആണെന്ന് പറയാം അല്ലെ. ഇവിടെ നമുക്ക് എ ലെറ്റർ ഈ സെൻഡ് ബൈ ഹിം, ബൈ പ്ലസ് ഏജന്റോ ഡുവർ വന്നിട്ടുണ്ട്, പാസീവ് വോയിസ് ആണ്. നെക്സ്റ്റ് ആണ് നമ്മൾ ടെൻസസിൽ ഈസിന് ശേഷം എന്താണ്, വി എം പ്ലസ് ഐ എൻ ജി അല്ലേ ഉപയോഗിക്കുക, സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഇവിടെ നമുക്ക് ഈസിന് ശേഷം V3 ആണ് വന്നത്. ഈസിന് ശേഷം V3 ഉപയോഗിക്കുന്നത് നമ്മൾ എവിടെയാണ്, പാസീവ് വോയിസിലാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. എ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെ ആണോ ആദ്യം തന്നത്, അല്ല. അങ്ങനെ നമുക്ക് എന്ത് പറയാം, പാസീവ് വോയിസ് എന്ന് പറയും. നെക്സ്റ്റ് നോക്കൂ, അതിൻ്റെ നെഗറ്റീവ് ആയിട്ടില്ല, ഇതെന്താണ്, പോസിറ്റീവ് സെൻറ്റൻസ് തന്നാണ്, ഇതെന്താണ് അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് തന്നാണ്, ഇത് മറ്റൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ, സെയിം സെൻറ്റൻസ് തന്നെയാണ്. ഇവിടെ നോക്കൂ, തന്നിരിക്കുന്നതിൽ നമുക്ക് എന്താണ്, ദേ ഡു നോട്ട് സിംഗ് എ സോങ് അല്ലെ. സബ്ജക്റ്റ് ആരാ, ഇയാളെന്ന് പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബൈ പ്ലസ് ഏജന്റ് ഡോട്ട് ഡുവർ, ഇതാണ് പാസീവ് വോയിസ്. നമുക്ക് പെട്ടെന്ന് പറയാം. സോ നമുക്കിതൊന്ന് കൃത്യമായിട്ട് നോക്കാം. ഈ സെൻസ് എ ലെറ്റർ എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഏതാണ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് ആണ്, വെർബാണ്, ഒബ്ജക്റ്റ് ആണ്. ആരാണ് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ലെറ്റർ ആണ് അല്ലേ. സോ എ ലെറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എടുത്ത്. നെക്സ്റ്റ് നോക്കണേ, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഇല്ല. ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹെൽപ്പിംഗ് വെർബ് എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കുക, ബി ഫോം വേണ്ടേ. ബി ഫോം എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹെൽപ്പിംഗ് വെർബിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ബി ഫോം വേണം. ബി ഫോം എഴുതാൻ വേണ്ടിയിട്ട് എന്താ, തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വെർബ് നോക്കൂ, വെർബ് വി എം പ്ലസ് എസ് ഓർ എസ് ആണ്. വി എം പ്ലസ് എസ് ഓർ എസ് ആണെങ്കിൽ അവിടെ എന്താ വരിക, ഈസി ആം ആറാണ് വരിക അല്ലേ. ഈസി ആം ആർ, എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈസി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കൂ, സെൻസ് ആണ് അല്ലേ. സെൻസ് എന്ന് പറയുന്ന വെർബാണ് ഇവിടെ ഉപയോഗിച്ചത് അല്ലേ. സെൻസ് വി പ്ലസ് എസ് ഓർ എസ് ആണ്. സെൻസ് എന്ന് പറയുന്നത് എങ്ങനെ വെർബ് വരിക, സെൻഡ് SEND ആൻഡ് SENT ആൻഡ് SENT ആണ് അല്ലേ. സെൻഡ് 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 ആണ്. ഈ V3 ഏതാണ്, സെൻഡ് ആണ്, അയക്കുക എന്നർത്ഥം കിട്ടുന്നത് അല്ലേ. സോ നമുക്ക് എന്താണ്, ഈ സെൻസിന്റെ V3 ഫോം ആയിട്ടുള്ള ഏത് എഴുതണം, സെൻഡ് എഴുതണം. സോ ദാ V3 ഫോം എഴുതി. ബൈ പ്ലസ് ഏതാണ്, ഹീ എന്തായിട്ട് മാറും, ഹിം ആയിട്ട് മാറും. ഹീ എന്തായിട്ട് മാറും, ഹിം ആയിട്ട് മാറും. സോ ഹീയെ നമ്മൾ എന്താക്കി മാറ്റി, ഹിം ആയിട്ട്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചാണ് ഹീ സബ്ജക്റ്റിന് സ്ഥാനത്ത് വരുമ്പോൾ ഹീയും ഒബ്ജക്റ്റിന് സ്ഥാനത്ത് വരുന്ന സമയത്ത് എന്താണ്, ഹിമ്മുമാണ്. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കാര്യം. ക്ലിയർ ആണോ? സോ വെർബായിരിക്കും നിങ്ങൾക്ക് മേ ബി പുതുതായിട്ട് പഠിക്കുന്നവർക്ക് നോക്കേണ്ടത് സെൻഡ് 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 അല്ലെ. SENT V1 SENT എന്താണ് V2, SENT എന്താണ് V3 ആണ്. അയക്കുക എന്നർത്ഥം കിട്ടും. അടുത്ത നോക്കും, ഈ ഡസിൻറ്റ് സെൻഡ് എ ലെറ്റർ. അതായത് ആദ്യം പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൻ്റെ നെഗറ്റീവാണ് പറയുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൻ്റെ നെഗറ്റീവാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പം നെഗറ്റീവ് പറയുന്ന സമയത്ത്
സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയുന്ന സമയത്ത് അവിടെ നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും മാറും, ഹിഡൻ ആയിട്ട് വരുന്ന ഓക്സിലറി വെർബ്സ് ഡൂം ഡസും നമ്മൾ അവിടെ ഉപയോഗിക്കും. തന്നിരിക്കുന്നത് സിംഗുലർ ആണെങ്കിൽ ഡസും, പ്ലൂരൽ ആണെങ്കിൽ എന്താ ഡു ഉപയോഗിക്കും. അത് തന്നിരിക്കുന്ന ഈ സെൻസ് എ ലെറ്റർ എന്ന് പറയുന്ന സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ നോട്ട് ചേർക്കുമ്പോൾ നോട്ട് എല്ലായ്പ്പോഴും ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം, തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു ഹെൽപ്പിംഗ് വെർബ് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് എഴുതുന്ന സമയത്ത് എന്താണ്, ഹി സെൻസ് എ ലെറ്റർ എന്ന് നമുക്ക് എഴുതാം. ബട്ട് ആ തന്നിരിക്കുന്ന സെന്റൻസിനെ നെഗറ്റീവ് ആക്കിയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്തായാലും പറയും, ഹി എന്തായാലും പറയും ഡസിൻ്റ് ഓർ ഡസ് നോട്ട് അല്ലേ, സോറി ഇവിടെ സെൻസ് ആണ്, ഹി സെൻസ് എ ലെറ്റർ, ഹി ഡസിൻ്റ് സെൻഡ് എ ലെറ്റർ, ഹി ഡസിൻ്റ് സെൻഡ് എ ലെറ്റർ എന്നാണ് പറയുക. ആ തന്നിരിക്കുന്ന സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് നോക്കുക, തന്നിരിക്കുന്ന സെന്റൻസ് V1 പ്ലസ് SORES ഫോമിലാണെങ്കിൽ അവിടെ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് ആര് വേണം, ഡസ് വേണം. തന്നിരിക്കുന്ന V1 ഫോമിലാണെങ്കിൽ അവിടെ നെഗറ്റീവ് ആക്കുമ്പോൾ ഏതിൻ്റെ കൂടെ നോട്ട് ചേർക്കുക, ഡൂവിൻ്റെ കൂടെ. അതായത് V1 പ്ലസ് SORES ആണെങ്കിൽ അവിടെ ഏതിൻ്റെ കൂടെയാണ് നോട്ട് ചേർക്കുക, ഡസിൻ്റെ കൂടെയാണ് ചേർക്കുക. V1 ആണെങ്കിലോ വെർബ് V1 ആണെങ്കിൽ അത് ഡൂവിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ എന്താണ്, ഹി ഡസിൻ്റെ സെൻഡ് എ ലെറ്റർ എന്ന് പറയുന്ന സെന്റൻസ് എന്താണ്, നെഗറ്റീവാണ് അല്ലേ. ഹി സെൻസ് എ ലെറ്റർ, അത് നെഗറ്റീവ് എന്താ, ഹി ഡസിൻ്റ് സെൻഡ് എ ലെറ്റർ. തന്നിരിക്കുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിന് എഴുതാം, ഒബ്ജക്റ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതി എ ലെറ്റർ അല്ലേ. സോ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം പാസീവ് വോയിസിലേക്ക് എടുത്ത് എഴുതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, ഹെൽപ്പിംഗ് വെർബാണ് അല്ലേ. സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഹെൽപ്പിംഗ് വെർബ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ. സിമ്പിൾ പ്രസന്റിൽ സബ്ജക്റ്റ് പ്ലസ് V1 ഓർ V1 പ്ലസ് SORES പ്ലസ് ഒബ്ജക്റ്റും, സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റും ആണ് അല്ലേ. ഹെൽപ്പിംഗ് വെർബ് എവിടെ വരുന്നത്, തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആകുന്ന സമയത്ത് അവിടെ എന്താണ്, സിമ്പിൾ പ്രസന്റിൽ എന്താണ്, V1 പ്ലസ് SORES ആണെങ്കിൽ ഡസും, V1 ആണെങ്കിൽ ഡൂവും വരും. അപ്പോൾ അവിടെ ഓൾറെഡി എന്താണ്, നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലെ പോസിറ്റീവ് സെൻറ്റൻസ് മാറ്റുന്ന സമയത്ത് നമ്മൾ ഡസും ഡൂ ഒന്നും എഴുതുന്നില്ലല്ലോ, ഇല്ല അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് എഴുതി നോക്കുക, ഇവിടെ ഡസും ഡൂ ഒന്നും നമ്മൾ എഴുതുന്നില്ല. സെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡസ് പ്ലസ് സെൻഡ് ആണ്. ഈ ഡസിനൊന്നും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, നമ്മൾ എന്ത് ചെയ്യില്ല, തന്നിരിക്കുന്ന സെന്റൻസിൽ ഡസിനെയും ഡൂനെയും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല, പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരില്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഡസ് എന്ന് പറയുന്ന ഒരു ഫോം ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യില്ല, പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല. കാരണം എന്താണ്, പോസിറ്റീവ് സെന്റൻസ് ആകുന്ന സമയത്ത് അവിടെ എന്താണ്, ഡസും ഡൂവും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഡസ് ഉപയോഗിക്കുമെങ്കിലും പാസീവ് വോയിസിലേക്ക് ആരെ കൊണ്ടുപോകില്ല, ഡസ്സിനെ കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഡസ് അവിടെ അല്ല നമ്മൾ കാര്യമാക്കണ്ട അല്ലേ. വെർബ് എന്ന് പറയുന്നത് എന്താണ്, വെർബ് എന്ന് പറയുന്നത് എന്താണ്, V1 ഫോമിൽ വന്നതുകൊണ്ട് അല്ലേ, V1 ഓർ V1 പ്ലസ് SORES ഫോമിൽ വന്നതുകൊണ്ട് നമ്മൾ അതെന്താക്കി മാറ്റി, V1 ഓർ V1 പ്ലസ് SORES എന്നാൽ ഈസ് ആം ആറാണ്. തന്നിരിക്കുന്ന ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ഉപയോഗിച്ചു, ഈസ് ഉപയോഗിച്ചു. ആ ഈസിൻ്റെ കൂടെ എന്ത് ചേർക്കുക, ഇവിടെ വന്നിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള നോട്ട് ചേർക്കുക. അപ്പോൾ എന്തായിട്ട് മാറും, അത് ഈസിൻ്റെ ആയിട്ട് മാറും. അപ്പോൾ എന്തായിട്ട് മാറി, ഈസിൻ്റെ ആയിട്ട് മാറി. ദെൻ സെൻഡ് എന്ന് പറയുന്ന വെർബിൻ്റെ V3 ഫോം ഏതാണ്, SENT ആണെന്ത് V3 ഫോം എന്ന് പറയുന്നത് അല്ലേ. ബൈ എന്തായിട്ട് മാറും, ബൈ ഹിം അല്ലേ, ഹി എന്തായിട്ട് മാറും, ഹിം വരും. അതൊക്കെ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഡസ് എന്ന് പറയുന്നത്, ഡസിൻ്റ് എന്ന് പറയുന്ന സെന്റൻസിൽ വന്നു, അത് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് നെഗറ്റീവ് ആക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പാസീവ് വോയിസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഡസ്സിനെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്. അതേപോലെ ഇവിടെ സെൻസ് ആണ് കണ്ടത്, ഇവിടെ സെൻഡ് ആണ്. എന്തുകൊണ്ടാണ് ഒരു മാറ്റം വന്നത്, അതായത് സെൻസ് എന്ന് പറയുന്ന സമയത്ത്, സെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ട്രക്ചർ ഹിഡൻ ആണ്. നമ്മൾ എന്ത് ചെയ്യില്ല, പോസിറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കില്ല. ഡസ് പ്ലസ് സെൻഡ് എന്നാണ് എന്ത്, സെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻസ് എന്താണ്, ഡസ് പ്ലസ് സെൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണ്, ഇവിടെ ഡസ് നമ്മൾ എന്താ ഹിഡൻ ആയിട്ട് അവിടെ സെൻസിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തില്ല, സെൻസ് ആണ്. അവിടെ ഡസ് ഉണ്ടോ, ഇല്ല. ഇവിടെ സെൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിന് എന്താ, നമ്മളിങ്ങനെ സെൻസ് ഡസ് പ്ലസ് സെൻഡിനെ സെൻസ് എന്ന് എഴുതിയതാണ്. ഇവിടെ നോക്കൂ, ഡസ് പുറത്ത് വന്നു
അല്ലേ. ഡസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡസ് സെന്റൻസിൽ ഉപയോഗിച്ചാൽ പിന്നെ അവിടെ ബാക്കി ആരുണ്ടാകുക, സെന്റ് മാത്രമേ ഉണ്ടാവും. പിന്നെ സെൻസ് ഉപയോഗിക്കുക ഇല്ല, കാരണം എന്താ ഡസ് പ്ലസ് സെന്റ് ആണ് സെൻസ്. ഡസ്സിന് എന്താ ഓൾറെഡി സെന്റൻസിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ പിന്നെ ഏത് മാത്രമേ ഉണ്ടാവും, സെന്റ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ സെൻസ് വന്നതും ഇവിടെ സെന്റ് വന്നതും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ സെൻസ് ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. കാരണം എന്താണ്, തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ലെറ്റർ ആണ്, ലെറ്റർ കൊണ്ടുവന്ന് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തത് കൊണ്ട് സെൻസ് വി എം പ്ലസ് എസ്ഒറിയസ് വന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച ഈസി ആമ ആറിലെ ഈസിനെ കൊണ്ടുവന്നു. സെൻസ് വി എം പ്ലസ് എസ്ഒറിയസ് ആണ്, അതിനെ V3 വെർബായിട്ടുള്ള SE എൻറ്റിനെ കൊണ്ടുവന്നു. ബൈ പ്ലസ് എന്താണ് ഏച്ചിൻ്റെ ഡുവർ ആയിട്ടുള്ള ഹി എന്നായിട്ട് പറയും, ഹിം ആയിട്ട് മാറി. ഇവിടെ നോക്കൂ തന്നിരിക്കും ഇത്രയും ഭാഗങ്ങൾ അല്ലേ. എ ലെറ്റർ സെയിം ആണ് അല്ലേ. സെൻഡ് ബൈ ഹിം എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ. ഈസും വന്നിട്ടുണ്ട് അല്ലേ. ഈസിൻ്റെ കൂടെ എന്താണ് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഈസിൻ്റെ കൂടെ നമ്മൾ ഇൻ ടു ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വ്യത്യാസം നോക്കൂ, ഇവിടെ ഹി ആണ്, ഇവിടെ ഹി തന്നെ അല്ലേ. എ ലെറ്റർ തന്നെ. ഡസിൻ്റെ സെൻഡ് എന്തായിട്ട് മാറി, തന്നിരിക്കുന്ന സെൻസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ എന്ത് ചെയ്തു, ഡസ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഡസിൻ്റെ സെൻഡ് എന്ന് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായിട്ട് മാറി, ഡസ്സിനെ നമ്മൾ കൊണ്ടുപോകില്ല, അപ്പോൾ ഇൻറ്റിനെ മാത്രമേ കൊണ്ടുപോകൂ, ഈസിൻ്റെ ആയിട്ട് മാറി നിന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ നെഗറ്റീവ് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഡസ് എന്ത് ചെയ്യരുത്, തെറ്റിപ്പോകുന്നത്. ഡസ്സിന് ഒരു കാരണവശാലും എന്ത് ചെയ്യുക, ഓപ്ഷനിൽ കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോകില്ല കേട്ടോ. ഓക്കെ. മറ്റൊന്ന് നോക്കൂ, ദ ഡു നോട്ട് സിംഗ് എ സോങ് അല്ലേ. ദേ ഡു നോട്ട് സിംഗ് എ സോങ് എന്ന് പറയുന്ന സെൻറ്റൻസ് ജസ്റ്റ് ഇതൊന്ന് നമ്മൾ എറേസ് ചെയ്യാണ്. ഇതൊന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ നമുക്ക് നോക്കാം. ദേ ഡു നോട്ട് സിംഗ് എ സോങ് എന്ന് പറയുന്ന സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ സെൻറ്റൻസിന് നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ദേ സിംഗ് എ സോങ് അല്ലേ. ദേ സിംഗ് എ സോങ് എന്നാണ് പോസിറ്റീവായിട്ട് എഴുതുക. അതിൻ്റെ പാസീവ് വോയിസിലേക്ക് നിങ്ങൾ എങ്ങനെ മാറ്റാം അല്ലേ. പാസീവ് വോയിസിൽ മാറ്റുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സോങ്ങിനെ എടുക്കുക. ഒബ്ജക്റ്റ് ഇതല്ലേ, ഒബ്ജക്റ്റ് എ സോങ് അല്ലേ, എ സോങ് അല്ലേ. നെക്സ്റ്റ് എന്ത് ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ബി ഫോം ഏതാ, ഈസ് ആം ആർ. എ സോങ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു അല്ലേ. നെക്സ്റ്റ് ഏതാണ് തന്നിരിക്കുന്ന വെർബിൻ്റെ V3 ഫോം, സിംഗിൻ്റെ V3 ഫോം ഏതാ, നമ്മൾ പറഞ്ഞതാണ് സിംഗ് സാങ് സങ് ആണ് അല്ലേ. ബൈ എന്തായിട്ട് മാറും, ദേ എന്ന് പറയുന്നത് ദം ആയിട്ട് മാറും. ഇതാണ് പോസിറ്റീവ്. അതിന് നെഗറ്റീവ് ആണ് ഇവിടെ എഴുതിയത്. നോക്കൂ, ദേ ഡു നോട്ട് സിംഗ് എ സോങ് എന്നാണ് അല്ലേ. എന്താണ് തന്നിരിക്കുന്നത്, സിമ്പിൾ പ്രസൻറ്റിന് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന പ്ലൂരലിൻ്റെ കൂടെ നമ്മൾ V1 ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുക, നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് കൂടെ ഡു ഉപയോഗിക്കുക. അതായത് ഡു പ്ലസ് എന്താണ് സിംഗ് ആണ്. സിംഗ് എന്ന് പറയുന്നത് ഡു പ്ലസ് സിംഗ്, അതായത് സിംഗിൽ എന്താണ്, സിംഗ് എന്ന് പറയുന്നത് V1 ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തുണ്ട്, ഡു പ്ലസ് സിംഗ് എന്ന് പറയുന്നൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. സിംഗ് എന്ന് പറയുന്നത് V1ൻ്റെ ഹിഡൻ ആയിട്ട് അവിടെ എന്തുണ്ട്, ഡു പ്ലസ് സിംഗ് ഉണ്ട്. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഡൂവിനെ പുറത്ത് കൊണ്ടുവരുന്നു മാത്രം. സോ എന്തായാലും പറയും, ഇവിടെ തന്നിരിക്കുന്ന സെൻസ് ദേ ഡു നോട്ട് സിംഗ് എ സോങ്. ദേ സിംഗ് എ സോങ്ങിന് നെഗറ്റീവ് എന്താ, ദേ ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് സിംഗ് എ സോങ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അതായത് ഒന്നുകിൽ നമുക്ക് നോട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ട് ഫോമായിട്ടുള്ള ഇൻറ്റ് ഉപയോഗിക്കുക. രണ്ടും എന്താണ് ശരിയാണ്. സോ ദേ ഡു നോട്ട് സിംഗ് എ സോങ് എന്താണ്, ദേ സിംഗ് എ സോങ് എന്നതിന് നെഗറ്റീവ് ആക്കിയതാണ് ദേ ഡു നോട്ട് സിംഗ് എ സോങ്. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഓക്സിലറി വെർബിൻ്റെ കൂടെയാണ് നോട്ട് ചേർക്കുക. ഇതെന്ത് ചെയ്യുക, ഈ ഡൂവിനെ കൊണ്ടുവന്ന് ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർത്തു അല്ലേ. ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് എന്നും പറയും. ഈ ഡു നോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡു നോട്ടിനെ നിങ്ങൾക്ക് ഡോണ്ട് എന്ന് പറയാം. രണ്ടും എന്താണ് ശരിയാണ്, ചുരുക്കരൂപം ഉപയോഗിച്ച്. സോ ഇതിൻ്റെ പാസീവ് വോയിസിൽ വരുന്ന സമയം നോക്കും, എ സോങ് അല്ലേ. എ സോങ്ങിന് നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നു അല്ലേ. നെക്സ്റ്റ് ഏതാണ്, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് എന്താണ്, ഡു എന്ന് പറയുന്നതുണ്ട്. ബട്ട് എന്താണ്, ഡൂനെ ഡസിനെ നമ്മൾ എന്ത് ചെയ്യില്ല, പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല. അപ്പോൾ ഇത് നമ്മൾ നോക്കണ്ട. സിംഗ് എന്ന് പറയുന്നത് V1 എന്നത് കൊണ്ട് എന്താണ്, ഈസ് ആകുമ്പോൾ ആറ് വരും. എ സോങ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഉപയോഗിക്കും. ഈസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ നോട്ട് ഉപയോഗിക്കും. ഓക്കെ. സിമ്പിൾ പ്രസൻറ്റിൻ്റെ സിമ്പിൾ പാസ്റ്റിൻ്റെ കേസിൽ മാത്രമേ ഈ ഒരു കാര്യമുള്ളൂ കേട്ടോ. നെക്സ്റ്റ് എന്താണ്, സിംഗ് എന്ന് പറയുന്നത് എന്താണ്, V1 ആയതുകൊണ്ട് എന്താ, നമ്മളതിൻ്റെ V3 ഫോമായിട്ടുള്ള സങ് ഉപയോഗിച്ചു. ദെൻ ബൈ ആരാണ്, ദേൻ്റെ ഫോം എന്തായാലും മാറും, ഒബ്ജക്റ്റീവിലേക്ക് വരുന്ന സമയത്ത് ദേ
ദം ആയിട്ട് മാറും അല്ലേ. സോ ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുമ്പോൾ ദം ആണെന്ത് ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഈ ഒരു മാറ്റം മാത്രം നോക്കുക. നെഗറ്റീവ് നോട്ടോ ഇൻറ്റോ വന്നാൽ എന്ത് ചെയ്യുക, സിമ്പിൾ പ്രസൻറ്റിൽ എന്താണ് വി എം പ്ലസ് എസ് ഒ എസ് വരുന്ന ഫോമിലും V1 വരുന്ന ഫോമിലും നെഗറ്റീവ് ആക്കാൻ വേണ്ടി വി എം പ്ലസ് എസ് ഒ എസിനെ ഡസ് യൂസ് ചെയ്യും, ഡസിൻറ്റ് അല്ലേ. V1 ഫോം ആണെങ്കിലോ അതിനെ ഡു ഉപയോഗിച്ച് ഡു നോട്ടോ അല്ലെങ്കിൽ ഡോണ്ടോ യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡസിൻറ്റ് അല്ലെങ്കിൽ ഡസ് നോട്ട് എന്ന് പറയാം. ഇവിടെ ഡു നോട്ട് പോലെ ഡോണ്ട് എന്നും പറയാം കേട്ടോ. അപ്പോൾ ഡോണ്ടോ അല്ലെങ്കിൽ ഡസ് നോട്ടോ ആക്കുന്നത്. സോ ഇവിടെ ഡസ്സിനെയും ഡൂവിനും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പാസീവ് വോയിസിൽ കൊണ്ടുപോകരുത്. അവിടെ നമ്മൾ പരിഗണിക്കേണ്ട നെഗറ്റീവ് ആയിട്ടുള്ള നോട്ടോ ഇൻറ്റോ വന്നാൽ അതെന്ത് ചെയ്യുക, അവിടെ എല്ലാം ബി ഫോമിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈസ് ഇൻറ്റ് ആക്കിയതും ഇവിടെ ഈസ് നോട്ട് ആക്കിയതും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഒന്നുകൂടി എന്ത് ചെയ്യുക, ഏതെങ്കിലും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ വ്യക്തമാക്കി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ടെൻസ് നോക്കാം.